ആകെ 300 രൂപയ്ക്ക് മീൻ മേടിക്കാൻ ഇറങ്ങി ഞാൻ. 2 കിലോ ഉണ്ടാകും. 2 കിലോ ഉണ്ട്. വഴക്ക് പറയാനാ ഇത് നെന്മീൻ കുഞ്ഞ്. എന്തായാലും വലിയ നെന്മീന്റെ കണക്കിന് ഒരു 1.5 കിലോ ഉണ്ടല്ലോ. 1.5 കിലോ എന്തായാലും ഉണ്ട്. 200 രൂപ. ഒരു പങ്ക് 200 രൂപ. മുതലാവോ എനിക്ക്? മോനും പൊന്നും പോലെ മുതലാകും. എന്താ കഴിഞ്ഞിട്ടും തരികയാണ്. എല്ലാവർക്കും വലിയ ചെറിയ മത്തി. അയില അയില ചെറിയ അയില. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. നല്ല അയില. ഇപ്പൊ വെള്ളക്കാരുടെ അയില, പച്ച അയില. നല്ല അയില പച്ച. പക്ഷേ ആളിച്ചിവിടെ വളരാനുണ്ട്. വളരാനുണ്ടെന്ന് അതിന്റെ പിന്നെ ടേസ്റ്റായിരിക്കും. ടേസ്റ്റ് കുറവില്ല, കുറയത്തില്ല എനിക്കറിയാം. പക്ഷെ ഇത് കൊണ്ട് ചെന്ന തന്നെ വീട്ടിൽ വഴക്കും കുറയത്തില്ല. 160 രൂപ. 200 രൂപ വകയില്ല മോനെ. 160 രൂപയാ. അവരായിട്ട് എത്ര തരും മോനെ? ഇത്രയും തരും. മൊത്തം ഇതിനെത്ര രൂപ? 3 വെച്ചാ കൊടുക്കുന്നല്ലേ? പച്ചമീനാ, ചെറിയ മീനാ. പക്ഷേ രുചി കാണത്തില്ല. രുചി അത്ര ഇല്ലെങ്കിലും എന്തായാലും നെന്മീൻ്റെ കുഞ്ഞുണ്ട്. ഒന്നും കളയാനില്ലല്ലോ. ഇത് വെച്ചാൽ ഇരട്ടിയാ മതി. തലയും കളയേണ്ട കാര്യമില്ല. പഞ്ഞിത്തലയല്ലേ. പഞ്ഞിത്തലയാ. 300 രൂപയുണ്ട്. ഞാൻ 200 രൂപയ്ക്ക് ഇത് വാങ്ങി. 2 സെറ്റാ 300 രൂപയ്ക്ക്. ഇത് രണ്ടും കൂടെ 300 രൂപയ്ക്കാ. കണക്കൂട്ടി നോക്ക്. കണക്കൂട്ടണ്ട. 1800 രൂപ കൊടുത്തത്. 5-6 ഉണ്ട്. എന്തോ ഇത് ബാക്കി ഇരിക്കാ. അതുകൊണ്ട് 380 രൂപ വാങ്ങിക്കുന്നുള്ളൂ. എൻ്റെ അടുത്തല്ലേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ എനിക്ക് എന്നെ വഴക്ക് പറയും വീട്ടിൽ കൊണ്ട് ചെന്ന്. വഴക്ക് പറയാനാ ഇത് നെന്മീൻ കുഞ്ഞ്. എന്തായാലും വലിയ നെന്മീന്റെ കണക്കിന് ഒരു 1.5 കിലോ ഉണ്ടല്ലോ. കുഞ്ഞെന്നല്ലേ ഉള്ളു. 1.5 കിലോ എന്തായാലും ഉണ്ട്. 200 രൂപ. ഒരു പങ്ക് 200 രൂപ. ഇതും കൂടെ ആവുമ്പോഴാ? അതും കൂടെ 380 മൊത്തം. മുതലാവോ എനിക്ക്? മോനും പൊന്നും പോലെ മുതലാകും. എന്താ കഴിഞ്ഞിട്ടും തരികയാണ്. ആകെ 300 രൂപയ്ക്ക് മീൻ മേടിക്കാൻ ഇറങ്ങി ഞാൻ. 2 കിലോ ഉണ്ടാകും. 2 കിലോ ഉണ്ട്. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് മേടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ 2 സ്ഥലത്ത് കൊടുക്കണം. 2 വീട്ടിലെ 2 വീട്ടിൽ കൊടുക്കണം. ഞങ്ങളുടെ വീട്ടിലും പിന്നെ അപ്പുറത്തെ വീട്ടിൽ കുഞ്ഞമ്മയ്ക്കും. തെക്കും ഭാഗത്താ. പോയി ശരി പോട്ടെ. ഇവിടെ എന്ത് മീനാ? ശോകം അവസ്ഥയാണ്. ഇന്ന് മീനൊക്കെ കുറവാണല്ലോ. മീനൊക്കെ കുറവാ, ബോട്ടൊക്കെ കുറവാ. അതെല്ലാം 2900. 2900. ഇവിടെ പോകുന്ന പറക്കുന്നുണ്ട്. അതെങ്ങോട്ടാണോ വീട്? എത്ര? 2900.
2900 മീനാണ്. 2900. അത്രയും എങ്ങനെ വീട്ടിൽ കൊണ്ടുപോകും പുള്ളിക്കാരൻ? എന്തായാലും നമുക്കുള്ള മീൻ കിട്ടി. കുറച്ച് മീനൊക്കെ ഇവിടെ കിടപ്പുണ്ട്. എത്ര 200? ഇതോ അങ്ങനെയാണോ? ഒത്തിരി മീനൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാണ് ഞാനിന്ന് വന്നത്. പക്ഷെ മീനില്ല, മീൻ ഭയങ്കര കുറവ്. ഇന്ന് മൺഡേ ആണ്, കാരണം ഇന്നലെ സൺഡേ ആയതുകൊണ്ട് ഇന്നലെ ബോട്ടുകാർ പണിക്ക് പോയില്ല. ഇന്ന് പണിക്ക് പോയിട്ടേ ഉള്ളൂ. സോ നാളെ തൊട്ട് മീൻ കിട്ടും നല്ലോണം. സൺഡേ ഹോളിഡേ ആണല്ലോ, അതുകൊണ്ടാ. ഇവിടെ കുറേ പേരൊക്കെ ചുമ്മാ വന്നിരിക്കുന്നു. മീനൊക്കെ എടുക്കാൻ വന്ന ആൾക്കാർ ചുമ്മാ വന്നിരിക്കുന്നു. അവരെല്ലാം ചുമ്മാ വന്നിരിക്കുക. മീൻ കിട്ടുന്നില്ല. പക്ഷെ എനിക്ക് നെമ്മീൻ്റെ കുഞ്ഞിനെ കിട്ടി, കുഴപ്പമില്ല. നെമ്മീൻ്റെ കുഞ്ഞ് ഓക്കെ ആണെന്ന് തോന്നുന്നു. സംഭവം ഫ്രഷാണ്, അത്ര ചീഞ്ഞിട്ടൊന്നുമില്ല. കാരണം വലിയ നെമ്മീനൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ കുറച്ച് റിസ്ക്കാണ്. വലിയ നെമ്മീൻ ചീഞ്ഞിരിക്കും. അതിന് പുറമെ കാണാൻ പ്രശ്നമൊന്നും കാണത്തില്ല, പക്ഷെ അതിനകത്ത് എന്തോ ചീഞ്ഞിരിക്കും. എനിക്കറിയത്തില്ല എന്താ അവർ ചെയ്യുന്നതെന്ന്. കെമിക്കൽസ് ആണോ എന്ന് എനിക്ക് പറയാനും പറ്റില്ല, കാരണം നമുക്ക് തെളിവുകളൊന്നുമില്ല, നമുക്ക് അറിയത്തുമില്ല. അതോ അവർ ഐസ് ചെയ്ത് കുറേ ദിവസം, ഒരു 7-8 ദിവസമൊക്കെ ഐസ് ചെയ്ത് വെച്ച് അതിനകത്ത് പുഴു ആവുന്നതാണോ എന്നും അറിയത്തില്ല. കാരണം ബോട്ടൊക്കെ കടലിൽ പോയിട്ട് തിരിച്ചു വരാനായിട്ട് 7-8 ദിവസമൊക്കെ എടുക്കും. സോ അതിൻ്റെ താമസത്തിൻ്റെ എത്രയും പഴക്കമുണ്ടായിരിക്കും മീനുകൾ, എനിക്കറിയത്തില്ല. ചെറിയ മീൻ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. ഇന്ന് രാവിലെ പറഞ്ഞ് മീൻ വേണമെന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ 300 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ 300 രൂപയ്ക്കുള്ള മീനാണ് മേടിച്ചത്. നല്ല ഗോൾഡൻ കളർ തേങ്ങ അരച്ച കറി. തലയായത് ആ നെയ്മീൻ. ഈ കഷ്ണം കൊള്ളാം. കുറച്ച് ചാറും കൊണ്ടെടുക്കാം. കുറച്ചുകൂടെ എടുക്കാം. തേങ്ങ കറിയാണ് ഇതിന് ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തായ്ലാൻഡ് ഡിഷുണ്ട്. തായ്ലാൻഡിൽ അതിൻ്റെ പേര് തോമ്യോം സൂപ്പോ അങ്ങനെ എന്താണ് അതിൻ്റെ പേര്. ഞാൻ കുടിച്ചിട്ടുണ്ട് ഒരു തായ് കടയിൽ നിന്ന്. അതേ ടേസ്റ്റായത്, പക്ഷെ ഇത് കാണാൻ കുറച്ച് തിക്കാന്നേ ഉള്ളൂ. സെയിം ടേസ്റ്റാണ് വരുന്നത്. ഇത് നമ്മുടെ നീണ്ടകര, ശക്തികുളങ്ങര ഈ ഭാഗത്തൊക്കെയുള്ള ആൾക്കാർ ഇങ്ങനെ കറി വെക്കുന്നത് ഭയങ്കര ഡിഫറെൻ്റാണ്. തേങ്ങയുടെ ഒരു ടേസ്റ്റ് നല്ലതായിട്ട് വരും. ഇതിനകത്തൊക്കെ പിടിക്കും തേങ്ങ ആ ടേസ്റ്റ്. ഇതെന്തോ വെജിറ്റബിൾ സംഭവമാണ് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി. ഞങ്ങളെന്ത് മീൻ കറി വെച്ചാലും എല്ലാ ദിവസവും മീൻ കറി ഇല്ലാതെ കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ മീൻ കറിയുടെ കൂടെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ സംഭവം ഉണ്ടാവും, അത് ഷുവറാണ്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല പച്ചമുളകിൻ്റെ എരിയുണ്ട്, തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്, പിന്നെ പുളി, അടിപൊളിയായിട്ട് പുളിയുണ്ട്. മാങ്ങയുടെ പുളിയാണ്, പച്ചമാങ്ങയുടെ. ഈ 3 ഫ്ലേവേഴ്സാണ് ഈ കറിയിൽ വരുന്നത്. ആ സെയിം തന്നെ ഈ മീനിനകത്തും വരും. മീൻ കഴിച്ചാലും അതേ ടേസ്റ്റ് തന്നെ കിട്ടുന്നത്. തോരൻ്റെ കാര്യം ഞാൻ നോക്കിയില്ല, തോരൻ കുഴപ്പമില്ല. എനിവേസ് എന്തെങ്കിലും ആവട്ടെ. അവസാനം നമ്മൾ കഴിച്ച് വരുമ്പോഴത്തേക്ക് ഈ തല നമുക്ക് ഇങ്ങനെ കിട്ടും. തല എന്താണെന്ന് വെച്ചാൽ തലയുടെ ഓരോ പീസസ് ഇങ്ങനെ ഇളക്കണം. ഇതോ ഇളക്കി ഈ സൈഡിൽ നിന്നും ഇതൊക്കെ ഇളക്കണം. സ്കെലിറ്റൻ ആക്കണം. തല 2 കണ്ണുണ്ട്, 2 കണ്ണ് അടിപൊളിയാണ്. അത് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. ഈ കണ്ണ് മാറ്റി വെക്കാം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് ഈ മുള്ളുണ്ടല്ലോ, ഈ മുള്ള് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. ഇതിനകത്ത് ബ്രെയിൻ ഉണ്ട്, നമുക്കിത് പൊട്ടിച്ച് കഴിക്കാൻ പറ്റും. ബ്രെയിൻ കാണിച്ചു തരാം. ഇരിക്കുന്നുണ്ടോ ബ്രെയിൻ? ഈ സാധനം, ഇത് എൻ്റെ ഫേവറേറ്റ് ആണ്. ഈ സാധനം ഞാൻ എപ്പോഴും കഴിക്കും. ഏത് മീനിൻ്റെ തല എടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രെയിൻ കഴിക്കാൻ വേണ്ടിയത്. മീനിൻ്റെ നല്ല ടേസ്റ്റ് അത്. നമുക്ക് നെമ്മീൻ്റെ ആണ്ട് ഇതെല്ലാം സോഫ്റ്റ് ആണ്, ഒറ്റ കൈ കൊണ്ടൊക്കെ ഇനി ഇളകി വരും. വേറെ മീനിൻ്റെ കട്ടിയായിരിക്കും. അത് ആണ് സംഭവം. വെജിറ്റബിൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, സൈഡിൽ മാറ്റി വെക്കാം. എനിവേസ് ഇതാണ് ഇന്നത്തെ ചെറിയ ഷോപ്പിംഗ് ആട്ടോ, ഇന്നത്തെ ഫിഷിൻ്റെ. സോ എനിവേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു.
ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച്.